കെ ബി ഗണേഷ് കുമാറിൻ്റെ ചില ഫാമിലി തർക്കങ്ങൾ, ഭാര്യയുമായുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് പല കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ എപ്പോഴും ചോദിച്ചാൽ പറയും, നേതാക്കന്മാർ പറയും, പല സമയങ്ങളിൽ ആ വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അതാരാണ് എന്ന് ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടിയോട് ഒരാൾ വന്നിട്ട് പറയുന്നു തൻ്റെ കുടുംബം ഇങ്ങനെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ, അത് അന്ന് പരിഹരിക്കണം എന്നാവശ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഈ വന്ന വ്യക്തി ഉമ്മൻചാണ്ടിയോട് പറയുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി ഈ വിഷയം പുറത്തു വന്ന ശേഷം ഉമ്മൻചാണ്ടിയോട് പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ തന്നെ ഉമ്മൻചാണ്ടിയോട് ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അന്നല്ല ഉമ്മൻചാണ്ടി പറഞ്ഞത്, അത് വ്യക്തിപരമായി എന്നെ കണ്ട ഒരാൾ പറഞ്ഞ കാര്യമാണ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് ഞാൻ പറയില്ല എന്ന് ഉമ്മൻചാണ്ടി കടുത്ത നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. പിന്നീട് അത് ഫാമിലി തർക്കം അതിരൂക്ഷമാകുന്നുണ്ട്. അതിരൂക്ഷമാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഫാമിലി കോടതിയിലാണ് ഇവർ ഈ ഡിവോഴ്സിന് വേണ്ടിയുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ഡിവോഴ്സിന് വേണ്ടിയുള്ള പെറ്റീഷൻ ഫയൽ ചെയ്ത ശേഷം ഗണേഷ് കുമാർ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിനൊപ്പം ചില ഫോട്ടോസ് കൂടി ഉണ്ടായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ മുഖത്ത് പരിക്ക് പറ്റിയ കുറച്ച് ഫോട്ടോസ് കൂടി ഉണ്ടായിരുന്നു. അത് അന്ന് അതിനകത്ത് പറഞ്ഞിരുന്നത് ചില ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണിത് എന്ന് അടക്കം ആ വിവരങ്ങളടക്കം പറഞ്ഞിരുന്നു. പിന്നീട് അജന്ത എന്ന് പറഞ്ഞാൽ രാജ്ഭവൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീട്ടിലാണ് അന്ന് കെ ബി ഗണേഷ് കുമാർ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, ഈ യാമിനി തങ്കച്ചി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ, അവർ ഡിവോഴ്സായി. ഡിവോഴ്സ് പെറ്റീഷൻ കോടതി അംഗീകരിച്ച ശേഷം അന്ന് വൈകുന്നേരത്തോടു കൂടി, അതിന് മുമ്പാണോ അന്നാണോ എന്നൊരു ചെറിയ വ്യത്യാസം, എന്തായാലും അന്ന് അജന്തയിൽ ഒരു 7 മണിയോട് കൂടിയാണ് വാർത്താ സമ്മേളനം നടക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കെ ബി ഗണേഷ് കുമാർ, ഞാൻ ആ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു, കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഉമ്മൻചാണ്ടി എൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇത് തർക്കം രൂക്ഷമാകുന്നത് കൊട്ടാരക്കര കോടതിയിൽ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി ആരോ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു അന്വേഷണം, CBI അന്വേഷണം നടന്നിരുന്നു. അതിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ പേരുണ്ടായിരുന്നു എന്നതാണ് ഈ തർക്കങ്ങൾക്കുള്ള കാരണമായി പറയുന്നത്. അന്ന് ഞാൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയ മൊഴി, അത് ഉമ്മൻചാണ്ടിക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, ഉമ്മൻചാണ്ടി അങ്ങനെ ഒരാളല്ല എന്നാണ് ഞാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയത്, എന്നെയാണ് ക്രൂശിക്കുന്നതെന്ന് പിന്നീട് ഗണേഷ് കുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഗണേഷ് കുമാർ കണ്ടതെന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, പല സമയങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലായിരിക്കാം അത് ഉമ്മൻചാണ്ടിയിലേക്ക് ഈ വിഷയം എത്തിച്ചേരുന്നത്. അത് കുറച്ച് ഗൗരവ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയം കൂടി അതിനകത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉമ്മൻചാണ്ടി പരമാവധി സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ആ വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയായിരുന്നു. കത്തിപ്പടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പത്രത്തിൽ ഒരു 4 കോളം വാർത്ത, ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു 4 കോളം വാർത്ത വരുന്നു. ഒരാൾ ഒരു മന്ത്രിയെ വീട്ടിൽ കയറി മർദ്ദിച്ചു എന്ന തരത്തിലൊരു വാർത്ത വരുന്നു. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. പിന്നീട് അത് പല വിഷയങ്ങളായി പോയി. അത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെത്തിച്ചേരുന്നു, ഡിവോഴ്സിലേക്ക് പോകുന്നു. പിന്നീട് രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അങ്ങനെ ഉമ്മൻചാണ്ടി പറഞ്ഞതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി പറയുന്നു മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഉമ്മൻചാണ്ടി അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് അന്ന് കെ ബി ഗണേഷ് കുമാർ രാജി വെക്കുന്നത്. അന്ന് അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പൂർണ്ണ മനസ്സോടുകൂടിയാണ് അന്ന് രാജിവെക്കുകയും ഉമ്മൻചാണ്ടി എൻ്റെ അച്ഛനെ പോലാണെന്ന് അദ്ദേഹം പറയുകയുമെല്ലാം ചെയ്തത്. പിന്നീട് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് 2013-ലോ 2014-ലോ എങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷം കഴിയുന്നു. 10 വർഷം കഴിഞ്ഞിട്ട് നേരത്തെ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നേർവിപരീതമായിട്ടുള്ള കാര്യമാണ് ഗണേഷ് കുമാർ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമ്മൻചാണ്ടി ചതിച്ചു, മക്കളെ വേർപിരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ. അന്ന് ഈ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് സെറ്റിൽമെൻറ്റ് എന്ത് വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. സെറ്റിൽമെൻറ്റ് ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്ത് പോലും ഉമ്മൻചാണ്ടിയുടെ ഉപദേശം ഇതിനകത്ത് ഗണേഷ് കുമാർ തേടിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതൊരു ഗുരുതരമായ രാഷ്ട്രീയ ആരോപണമാണ്. ഇതിനുമുമ്പ് മറുപടി പറയാൻ എന്തായാലും അദ്ദേഹം ഇല്ല. പക്ഷേ അദ്ദേഹം അത് ആരോടെങ്കിലും വെളിപ്പെടുത്തുക ചെയ്തിട്ടില്ല. ഇത് ആരാണ് തൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട, ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉമ്മൻചാണ്ടി കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് കഴിയാവുന്ന രീതിയിൽ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നൊരു വസ്തുത, അത് ആ കാലം ഞാൻ ഓർത്തെടുത്തപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു അന്ന് പൂർണ്ണ സംരക്ഷണം ഗണേഷ് കുമാറിന് നൽകിയത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് രാഷ്ട്രീയമായി കൈവിട്ടുപോയി. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ്